ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആണ്. കുറേ കാലമായി പറയുന്നത് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഉണ്ടാക്കിത്താ, ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഉണ്ടാക്കിത്താ, എന്നിട്ട് കാര്യമൊക്കെ ചെയ്യുന്നത്. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് നേരത്തിന് മുന്തിര കട്ടീസ്. അപ്പൊ നമ്മൾ ഇന്ന് റേക്കിന് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ ചോക്ലേറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് കുറച്ച് കോമ്പൗണ്ട് ചോക്ലേറ്റ്, പക്ഷേ ഇത് മുറിക്കാൻ കുറച്ച് പാടാണ്. ഞങ്ങൾ 2 ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ഒരു അമ്മക്കുട്ടി എടുക്കാം. അമ്മനെ ഞങ്ങളെ എടുത്തിട്ടില്ല, അമ്മക്കുട്ടീനെ ഞങ്ങളെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ പൊട്ടി. ഇത് ചിക്കൻ മിഠായി വാലിട്ട് ചെറിയ ചെറിയ പീസാക്കാം. രണ്ടാമത്തെ ചിക്കൻ ചെറുതായിട്ടില്ല, അത് കുഴപ്പമില്ല. എല്ലാതും നമുക്ക് പാത്രത്തിലോട്ട് ഇട്ട് ചോക്ലേറ്റ് ഞങ്ങൾ വൈറ്റ് ചോക്ലേറ്റ് വൈറ്റ് എത്ര വേണമെങ്കിലും എടുത്താൽ മതി കേട്ടോ. ഞാൻ ഇവിടെ ഒരു പാറ എടുത്തിട്ടുള്ളത്. ഞങ്ങളിത് വടിച്ചിടുകയാണ്. നമ്മൾ ഒരു പാറ ഞങ്ങൾക്കിത് മെൽറ്റ് ചെയ്യണം. നമുക്കിത് മെൽറ്റ് ചെയ്തിട്ട് വരാം. ഇത്ര മതി, പക്ഷെ കുറച്ചും കൂടി ഒന്ന് കൂട്ടണേ. ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇത് മെൽറ്റായി തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇത് മെൽറ്റായി തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് പാനിൽ വെച്ചിട്ട് ആക്കാം. ഞങ്ങളിപ്പോ ഓവനിലാണ് ചെയ്യണേ. നമ്മളെ ഡാർക്ക് ചോക്ലേറ്റ് നല്ല പോലെ ആയിക്കണേ, റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ല മെൽറ്റാണ്. അത് പറഞ്ഞാൽ കട്ട മെൽറ്റ്, കട്ട ഭയങ്കര കട്ട. എനിക്കൊരു കട ഉണ്ട്, അത് ഐസിൻ്റെ ഷോപ്പാണ്. എൻ്റെ പപ്പൻ്റെ ഷോപ്പാണത്. എൻ്റെ പപ്പ ഇപ്പം നാട്ടിലില്ല, ഗൾഫിലാണ്. അപ്പോൾ അവിടെ മെമ്മറൈസാണ്. കോഴിക്കോട് ബീച്ചിലൊക്കെ ഉണ്ട് അത്. ഇതിപ്പം നമുക്കൊന്ന് തുറന്നു നോക്കാം. ബ്രൗണിൻ്റെ ഒക്കെ മണണ്ടേ. നമുക്കിതൊന്ന് നന്നായി മെൽറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച ഇത് മെൽറ്റായിട്ടില്ല. ഇത് മതി കേട്ടോ, ഇത്ര മതി. ഞങ്ങൾ ഇത്രയും മെൽറ്റാക്കണുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ മെൽറ്റാക്കാം. ഇപ്പം നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ആയിട്ടുണ്ട്, ഭയങ്കര ചൂടാണ്. ഞങ്ങൾ ലാസ്റ്റ് കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് ആയാലും, പക്ഷെ വൈറ്റ് ബിസ്ക്കറ്റ് വാങ്ങാം. ഞങ്ങളിപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ക്രീം ഇല്ലാത്ത ബിസ്ക്കറ്റ് വാങ്ങണം. നിങ്ങൾ ക്രീം ഇല്ലാത്ത ബിസ്ക്കറ്റാണ് യൂസ്. ഞങ്ങൾ ഇതിന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മേരി ബിസ്ക്കറ്റിന്റെ ചോക്ലേറ്റ് കേക്ക്, ബിസ്ക്കറ്റ് ചോക്ലേറ്റ് കേക്ക്. അത് എനിക്ക് കിട്ടിയില്ലേ. അപ്പൊ ഇതിപ്പോ പുതിയ പാക്കേജ് ചെയ്തിട്ടുണ്ടായിരുന്നു.
നല്ല പാക്കിംഗ് ആട്ടത് പൊട്ടിട്ടോ പൊട്ടാത്തതാണ് എടുക്കേണ്ടത്. പൊട്ടാത്ത കുറച്ചൊക്കെ പൊട്ടാത്ത കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ചോക്ലേറ്റിലോട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ ഇതിന് മേലെ ഒന്ന് വെച്ചെടുക്കാം. നിങ്ങൾക്ക് 2 സൈഡ് ഡിപ്പ് ചെയ്യണമെങ്കിൽ ഡിപ്പ് ചെയ്തോ, പക്ഷെ നമ്മൾ ഒരു സൈഡിൽ ചെയ്തോ. ഞങ്ങളിത് ഫ്രിഡ്ജിലും വെക്കണ്ടേ, ഫ്രീസ് ചെയ്യാൻ. യെസ്, നമ്മളിതിപ്പോൾ ഡിപ്പ് ചെയ്യാം. എനിക്ക് നല്ല സ്വീറ്റ്നെസ് ഉണ്ടാവും തോന്നുന്നുണ്ട്. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? നമുക്ക് ഫോർക്ക് വെച്ച് നമുക്ക് ഇതിന് മേലോട്ടേക്ക് ചോക്ലേറ്റ് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, പക്ഷെ അത് ദൂരത്തായോണ്ട് എനിക്ക് പറ്റുമോ തോന്നുന്നില്ല കേട്ടോ. ഒരു ഫോർക്ക്, ഒരു മിനിറ്റ് കേട്ടോ. ഗൈസ്, ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതുണ്ടല്ലോ, ഒരു ഇങ്ങനെ ഓട്ടോട്ടുണ്ട്. അപ്പൊ ഓട്ടോട്ടൊന്നുമില്ല കേട്ടോ, ബാക്കിൽ ഓട്ടോട്ടൊന്നുമില്ല, ഫ്രണ്ടില്. നമുക്ക് അങ്ങനെ കുറേ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. എന്നാണെങ്കിൽ ഇടാൻ ഈസി ആയിരിക്കും. ഞാനൊരു ഫോർക്ക് എടുത്തിരിക്കുന്നത്. സൊക്കെ പൊട്ടിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് പൊട്ടാത്ത നോക്കിയെടുക്കാം. പൊട്ടാത്തത് നോക്കിയിടണം, സൂക്ഷിച്ചെടുക്കണം. ഞങ്ങളിപ്പോ നിങ്ങൾക്കുണ്ടല്ലോ പൊട്ടിയതൊക്കെ നമുക്ക് കഴിക്കാം, പൊട്ടാത്തതാണ് നമുക്ക് ഉണ്ടാക്കണം. ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾ ഈ പ്ലേറ്റ് മൊത്തം ഉണ്ടാക്കണ്ടേ. ഞങ്ങളിപ്പോ ഒരാളുണ്ടല്ലോ വലിയ അല്ല, എല്ലാവർക്കും 3 ആക്കി ഉണ്ടാക്കിയാലോ. നമുക്ക് 2 3 മതിയില്ലേ? നമ്മള് കഴിക്കൂലല്ലോ ഈ ബിസ്ക്കറ്റ്. നമ്മള് കഴിക്കൂലേ? നമ്മളൊക്കെ കഴിക്കും. നമ്മള് ഏത് ബിസ്ക്കറ്റ് ആയാലും കഴിക്കും. നമ്മൾ ഏത് ബിസ്ക്കറ്റ് ആയാലും കഴിക്കും. മോളാണല്ലേ. അപ്പൊ ഇങ്ങനെ ഡിപ്പ് ചെയ്തിക്കണേ. നമുക്ക് അടുത്ത ഡിപ്പ്. ഇപ്പൊ നമ്മളിത് എല്ലാത്തിന്റെ മേലും ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ? ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ സെറ്റ് ആവുന്നവരെ വെക്കാം. ഇപ്പൊ നമ്മളെ ചോക്ലേറ്റ് കുക്കി റെഡി ആയിട്ടുണ്ട്. ഇതാ ചോക്ലേറ്റ് കുക്കി. ടേസ്റ്റിംഗ് ടൈം. ടേസ്റ്റിംഗ് ടൈം. ഓക്കെ, ടേസ്റ്റിംഗ് ടൈം ചെയ്യാവാ. ചിയേഴ്സ്. അതെ, ചിയേഴ്സ്. Cheers. ചിയേഴ്സ്. ഫ്രാൻസിന് ചിയേഴ്സ് കൊടുക്കും. Cheers. ബോസൻ. അടിപൊളി ഫ്രണ്ട്സ്, അള്ളിപ്പൊളി. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഫുട്ബോൾ കളിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ സാധനമാണ് ഇത് അല്ലേ? അത് പിന്നെ സ്കൂളിലേക്കൊക്കെ സ്നാക്സ് ആക്കി കൊണ്ടുപോവാം. നോമ്പ് തുറക്കുമ്പോ ഇതാക്കാം. കഴിക്കാം. പക്ഷെ ഷുഗർ ഇല്ലവർക്ക് കഴിക്കാൻ പറ്റില്ല. ഇത് കുറച്ച് അത് ഭയങ്കര ഈസിയാണ്. ഇത് കുറച്ച് മധുരമാണ്. ഗസ്റ്റൊക്കെ പറഞ്ഞാൽ ഒരു പെട്ടെന്നുള്ള കുറച്ച് സാധനം. ഇത് വേഗം സെറ്റ് ആവും. ഒരു 2 to 3 hours വെച്ചാൽ നന്നായി സെറ്റ് ആയിക്കോളും. ഞങ്ങളിപ്പോ കുറേ നേരം വെച്ചത് അല്ലേ? നമ്മൾ ഓവർനൈറ്റ് വെച്ചത്. ഞങ്ങൾ ഇന്നലെ വെച്ചതല്ലേ? യെസ്, അത്
അടിപൊളിയാണ്. നല്ല ടേസ്റ്റ്. യു നീഡ് ടു ട്രൈ ദിസ്. അടിപൊളിയാണ്. കുട്ടികൾ ഇത് വെച്ചാൽ പിന്നെ കഴിക്കാൻ വേണ്ടി വാങ്ങും. അത് പറയണ്ട, ഞാൻ ഇന്നലെ വാങ്ങിയിരുന്നു. പിന്നെന്തല്ലോ ന്യൂട്രി ചോയ്സ് ബിസ്ക്കറ്റാണ് ഇതിന് ബെസ്റ്റ്. ക്രീമില്ലാത്ത ബിസ്ക്കറ്റ് കൊടുക്കാം. ഇതന്നെ വേണ്ട. ഇതിന്റെ വേറെ ഇതൊന്നുമില്ല വലുത്. പക്ഷെ ഇതാണ് ബെസ്റ്റ് ബിസ്ക്കറ്റ്. ഞങ്ങൾക്കതൊരു കോള് കണ്ടതാട്ടാ. കോള് സ്റ്റക്കായി. കോളൊന്നും സ്റ്റക്കായിട്ടില്ല കേട്ടോ. തലക്കസുഖമാണ്. ഇന്നലെ മിന്നാന്ന് വെച്ചാൽ എടുത്തു വന്നു. അപ്പോൾ തലക്ക് ബ്രെയിൻ എന്താ ഇളകിപ്പോയിരുന്നു. പിന്നെ നിങ്ങള് സ്കൂള് വിട്ട് കഴിയുമ്പോ കൊടുക്കാൻ പറ്റുമോ? ഇത് ചായ മുക്കി കഴിച്ചിട്ടുള്ളൂ. ചായ മുക്കിട്ട് കഴിക്കാം. ഗൈസ്, ഇത് ചായയിലും മുക്കി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടാ. ചോക്ലേറ്റ് മെൽറ്റ് ആയിരിക്കും. എന്നിട്ട് തിളച്ച ചൂടിലും തിളച്ച ചായയിലും വയ്ക്കരുത്. പണി പാളിപ്പോകും ഫ്രണ്ട്സ്. കുറച്ച് കുറച്ച് ചൂടില്ല ഒഴിച്ചാൽ മതി. അപ്പോ ഞങ്ങൾ ലൈക്ക് ഷെയർ ഡിസ്ലൈക്ക് ഇടീന്. ലൈക്ക് ഷെയർ ഒരു ഞങ്ങള് രണ്ടാളും ട്വിൻസാ. ആ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ഇനി യൂട്യൂബിന് വേണ്ട. അടിച്ചു പൊട്ടിച്ചോ. അടിച്ചു പൊട്ടിക്ക് സബ്സ്ക്രൈബ് ബട്ടൺ. റെസിപ്പി